എൻ്റെ കൂടെയുള്ളത് അനുവിന്ദയാണ്. എറണാകുളത്ത് നടന്ന ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അനുവിന്ദനെ പറ്റി ഞാൻ ആദ്യം കുറച്ച് പറയാം. അനുവിന്ദ ഭാവിയിൽ ഒരു അഡ്വക്കേറ്റ് ആണ്. വരുന്ന 19-ാം തീയതിയാണ് എൻറോൾമെന്റ്. അപ്പം ആദ്യം തന്നെ അനുവിന്ദക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. അനുവിന്ദ ശരിക്കും എറണാകുളം കാര്യമാണോ? എറണാകുളം കോട്ടയം ബോർഡറാണ് ആക്ച്വലി. അരയൻകാവ് എന്നാണ് സ്ഥലത്തിന്. അരയൻകാവ് അല്ലേ? ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയെല്ലാം? എന്റെ അച്ഛന്റെ പേര് മുരളീധരൻ എന്നാണ്. മുരളീധരൻ. അച്ഛൻ എക്സൈസില് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ട് റിട്ടയർ ആയ ആളാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ട് റിട്ടയർ ആയതാണ്. ഓക്കെ. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അമ്മ വയനാട്ടിൽ ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അനുവിന്റെ ഒരു പ്രൊഫൈൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് അനുവിന്ദ പറയും. അത് കൂടാതെ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും പാടിത്തരുന്നു പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതമൊക്കെ പിന്നെ പഠിച്ച ആളാണ്. അപ്പം നല്ല രീതിയിലൊരു പാട്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇന്നത്തെ അനുവിന്ദ? ഞാൻ ഇങ്ങോട്ട് ഈ ക്ലാസ്സിന് വന്നത് ഭയങ്കര ടെൻഷനായിട്ടാണ്. ഞാൻ ഇന്നലെ തൊട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് പറയാം. ഞാൻ എങ്ങനെ വണ്ടിയുടെ ഒരു ABCD പോലും എനിക്കല്ല. ഞാൻ ശരിക്കും ലൈസൻസ് ഉള്ള ആളാണ്. 2017 ലൈസൻസ് എടുത്ത ആളാണ്. പക്ഷെ അതിനുശേഷം വണ്ടി തൊട്ടിട്ടില്ല. അപ്പം അത് കാരണം എനിക്ക് ഫുള്ള് ടച്ച് വിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇനി എങ്ങനെ എടുക്കണം എന്താണെന്നൊന്നും അറിയാണ്ട് ഭയങ്കരമായിട്ടാണ് ടെൻഷൻ അടിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ചേട്ടനെ കണ്ട് ചേട്ടൻ വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ എൻ്റെ പകുതി ടെൻഷൻ പോയി. പിന്നെ വണ്ടി ഓടിച്ചപ്പോഴും ഇപ്പോഴും ഇത്ര നേരം ഓടിച്ചപ്പോഴും നേരത്തെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഇത് ഇത്ര നേരം വെറുതെ ടെൻഷൻ അടിച്ചാന്ന് തോന്നുന്നു. അങ്ങനെ തോന്നില്ലേ? ഇപ്പം ടെൻഷൻ അടിച്ചാന്ന് തോന്നില്ലേ? അപ്പം നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പം അത് അറിയാത്ത സമയത്താണ് നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുക. അനുവിന്ദയുടെ കേസിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു ആൾ ഓക്കെയാണ്, എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ വണ്ടിയിൽ കയറുമ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് അനുവിന്ദയ്ക്ക് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ പറഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ഒരു മണിക്കൂർ ആയിട്ടില്ല, അതിന് മുമ്പേ ചോദിച്ചു ഞാൻ എങ്ങനെയുണ്ട് ഇപ്പം. പറഞ്ഞ് കുറച്ച് മാറ്റമുണ്ട്. അപ്പം അതിപ്പോൾ ഇങ്ങനെ മാറി 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ മാറി വന്നു. പിന്നെ നമ്മൾ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടല്ല വേറെ കുറേ കാര്യങ്ങളാണ് വണ്ടിയിൽ നിന്ന് പറഞ്ഞത്. അപ്പോഴൊക്കെ ആൾ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഡ്രൈവിംഗ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് സാധാരണ ചെയ്യാറുണ്ട്. ഇവർക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെ കൈയും കാലും ഒക്കെ എത്ര കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഡ്രൈവിംഗ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കൂല? പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അങ്ങനെയൊന്നും കൂടുതൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ആദ്യം കുറച്ച് സമയം പറഞ്ഞിരുന്നു, പിന്നീട് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പം ആ സമയത്തൊക്കെ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇവർ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാനൊക്കെ ആയില്ലേ? ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാനായിട്ടുണ്ട് അനുവിന്ദ. അത് എനിക്ക് ഡ്രൈവിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ കുറച്ച് സെറ്റിങ്സ് ഒക്കെ മാറ്റിയിരുന്നു, വണ്ടിയിലെ സെറ്റിങ്സ്, പിന്നെ കുഞ്ഞു കുറേ ട്രിക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യണം. അത് കറക്റ്റായിട്ട് ആൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് എനിക്കറിയാം. ഇനി എന്തായാലും പാട്ട് കേൾക്കണ്ടേ? അഴകിൻ പവിഴം പൊഴിയും അമൃതഗണമായി സഖിയേ ധന്യനായി ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അനുവിന്ദയുടെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പെട്ടെന്ന് പാടിപ്പിച്ചാണ് കേട്ടോ. ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ആളിങ്ങനെ എന്താ പറയേണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാതെ പാടിപ്പിച്ചാണ്. അപ്പം എന്തായാലും രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിത്തന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അനുവിന്ദ, നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പോലെ ഇങ്ങനെ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ പേടിച്ചിരിക്കണ ആൾക്കാരോട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഇതില്. നമ്മളിപ്പോ ചേട്ടൻ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് കൂടുതലും മനസ്സിലായത്. അത് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൺട്രോളിൽ നിൽക്കുന്നൊരു സംഭവമാണ് ഇതെന്ന് എനിക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് അതാണ് പറയാനുള്ളത്, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചേട്ടന്റെ
വീഡിയോസൊക്കെ എല്ലാവരും കാണുക. വീഡിയോസ് മുന്നേ കണ്ടിരുന്നു അല്ലേ? കുറെ നാളായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം അനുവിന്റെ ആക്ച്വലി വീഡിയോസ് ഒക്കെ മുൻപേ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ. ഇനിയിപ്പോൾ വീഡിയോസ് കണ്ടില്ലെങ്കിലും പിന്നെ നമ്മൾ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ ഞാൻ പറയാം ഇവിടെ 9400600735. ഇത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കാം. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും അഡ്വക്കേറ്റിൻ്റെയൊക്കെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇതാ അനുമതി ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ചെറുപ്പക്കാർക്കൊക്കെ പിന്നെ കോൺടാക്ട് ചെയ്യാൻ ചെറുപ്പക്കാരായിരിക്കും എപ്പോഴും നല്ലത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എന്താ പറയുക ബ്രോസിസ് ഒക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾക്കൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അനുവിൻ്റെയൊക്കെ എത്ര ഏജ് ഇപ്പോൾ എത്രയുണ്ട്? 23 ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഭാവിയിൽ നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് അനുവിന്ദേനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടാം, അല്ലെങ്കിൽ കേട്ടുമുട്ടാം അല്ലേ? അപ്പം എന്തായാലും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.